നമസ്കാരം. നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിച്ച, മനസാക്ഷിയെ അങ്ങേയറ്റം വേദനിപ്പിച്ച ഒരു സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ രാജ്യം ഡിജിറ്റൽ ഇന്ത്യയാണ്, അതിവേഗം വളരുന്ന രാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഇന്ന് പുറത്തു വരുന്ന ഒരു വിവരം, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ മുട്ടുകുത്തിച്ച ഒരു ഭരണാധികാരി മോദിയുടെ നാടാണ് എന്നാണ്. നമുക്കറിയാം, ഈ ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് ഉണ്ടായ ഒരു പ്രതിസന്ധി. അമേരിക്ക വളരെ പെട്ടെന്ന് 50% 75% ഒക്കെ നികുതി ടാരിഫ് അങ്ങോട്ട് വർദ്ധിപ്പിച്ച് ഇന്ത്യയെ മുട്ടിടിപ്പിക്കാമെന്ന് കരുതിയത്. അത്തരത്തിൽ ഇന്ത്യയെ വെള്ളം കുടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ നിശബ്ദമായി നിന്നുകൊണ്ട് മറികടന്ന് ഇന്ന് 18% എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇന്ത്യക്ക് നേരെ കൈനീട്ടി വരുന്ന ട്രംപിനെ സൃഷ്ടിച്ച നരേന്ദ്രമോദി ഭരിക്കുന്ന ഒരു സർക്കാരുള്ള ഡിജിറ്റൽ ഇന്ത്യ എന്ന് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യത്തിന്റെ അകത്ത് നിന്ന ഒരു പൗരനായിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ എത്ര തന്നെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞാലും നമ്മളിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ ആ മരണത്തിന്, ആ ശരീരത്തോട് ഒരു അനാദരവ് അത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഒരു ആദരവ് കൊടുക്കാൻ, അത് സംസ്കരിക്കാൻ കൊണ്ടുപോകാൻ 1 ഇഞ്ച് വഴി കൊടുക്കാൻ, അല്ലെങ്കിൽ സംസ്കരിക്കാൻ അതിന് പൊതുശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യം ഒരുക്കാൻ തടസ്സം നിന്നുകൊണ്ട് അതൊരു ദളിതാണ്, അല്ലെങ്കിൽ ഒരു പിന്നോക്ക വിഭാഗക്കാരാണ്, അവർ മനുഷ്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഹൈവേയിൽ പൊതുനിരത്തിൽ വിറക് അടുക്കി സംസ്കരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം. മരണം എന്ന് പറഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ ആർക്കും പ്രത്യേകിച്ചൊരു പദവിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. നമുക്കറിയാമല്ലോ കഴിഞ്ഞ ദിവസം നടന്നത് റോയിയുടെ മരണം. എത്ര ആഡംബര കാറുകൾ, കോടികൾ ചെലവുള്ള ആഡംബര കാറുകൾ, ഒരു കാറിന്റെ മെയിൻ്റനൻസ് മാത്രം പ്രതിവർഷം 60 ലക്ഷത്തിലധികം രൂപ വരും എന്നാണ് പറയുന്നത്. അടിസ്ഥാന സൗകര്യത്തോടു കൂടി ഒരു കുടുംബത്തിന് ഒരു വീടും സ്ഥലവും വാങ്ങി 1 വർഷം ജീവിക്കാൻ 60 ലക്ഷം രൂപ മതി. അവിടെയാണ് ഒരു കാറിന് 60 ലക്ഷം രൂപ അതിന്റെ മെയിൻ്റനൻസിന് വരും എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള എത്രയോ കാറുകൾ, കോടിക്കണക്കിന് രൂപ വിലയുള്ള കാറുകൾ അടുക്കി വെച്ച് ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് വളരെ അത്യാഡംബരപൂർവ്വം ജീവിച്ച റോയി എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു ബുള്ളറ്റിൽ, ഒരു വെടിയുണ്ടയിൽ തീർന്ന് അതിനുശേഷം 6 അടി മണ്ണിൽ ഒരു കുഴിയിൽ, ഒരു സിമന്റ് ബ്ലോക്കിൽ മുകളിൽ ഒരു സ്ലാവുമായി ഒരു മരപ്പെട്ടിക്കുള്ളിൽ കിടക്കുന്നത് നമ്മൾ കണ്ടത്. ഇത് വല്ലതും കൊണ്ടുപോയോ? ഇതൊന്നും കൊണ്ടുപോയില്ല. അത്രേ ഉള്ളൂ മനുഷ്യനെന്ന് പറയുന്നത്. എത്ര കോടീശ്വരനായാലും, എവിടെ വരെ എത്തിയാലും, ഏത് പരിധിയിൽ എങ്ങോട്ട് വളർന്നു പോയി കഴിഞ്ഞാലും അവസാനം അവന് വെറും 6 അടി മണ്ണ് മാത്രമാണ് ആശ്രയം. അത് നമുക്കറിയാം, അതറിയാത്തവരാരുമില്ല ഇവിടെ. അവിടെയാണ് 91 വയസ്സുള്ള ഒരു വയോവൃദ്ധ ബീഹാറിലെ വൈശാലി ജില്ലയിലെ പൊതുനിരത്തിൽ ഹൈവേയിൽ വിറകടുക്കി ദഹിപ്പിക്കേണ്ടി വന്ന ഒരു ഗതി വന്നത്. ഈ അടുത്താണ് കുറച്ച് വിവാദങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിലും NH-66 നമ്മുടെ സംസ്ഥാനത്ത് കൂടിയും കടന്നു വന്നത്. 6 വരി പാത വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായാലും ആ 6 വരി വന്നു. നമ്മൾ വികസന കുതിപ്പിനെ കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ വന്ദേ ഭാരത് വന്നിട്ടുണ്ട്. അതുപോലെ ഇനിയും മറ്റെന്തൊക്കെ ഭാരതകൾ വരുന്നുണ്ട്. അതിവേഗ ട്രെയിനുകൾ പലതും വരുന്നുണ്ട്. രാജ്യത്തിന്റെ അടിസ്ഥാന വികസനങ്ങൾ അതിവേഗം വളർന്നുകൊണ്ട് പോകുന്നുണ്ട്. ലോകത്തിന്റെ നെറുകയിലേക്ക്, ഒരുപക്ഷെ ലോകത്തെ തന്നെ നയിക്കാൻ പ്രാപ്തിയുള്ള ലെവലിലേക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരികൾ ഇന്ത്യയെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം വരുന്ന ജനങ്ങളുടെ മനസ്ഥിതിയും അവരുടെ ജീവിതവും, അവരുടെ ജീവിത നിലവാരവും എവിടെ നിൽക്കുന്നു എന്നുകൂടി ഭരണാധികാരികളൊന്ന് കാണണ്ടേ. അത് എവിടെ നിൽക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസം വൈശാലി ജില്ലയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. സ്വന്തം ബന്ധുവിന്റെ, അതായത് 91 വയസ്സുള്ള ഒരു വയോവൃദ്ധയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ വഴി തടയപ്പെടുകയാണ്. അത് ദലിതായത് കൊണ്ടല്ല, ആ സ്ഥലം കയ്യേറിയത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. സ്ഥലം കയ്യേറിയായാലും, അത് ദലിതായാലും, ജാതി വ്യവസ്ഥത കൊടികൂട്ടി നിന്ന ഒരു സന്ദർഭത്തിലായാലും, എന്തിലായാലും ഒരു മൃതദേഹത്തെ സംസ്കരിക്കാനുള്ള വഴി തടയപ്പെട്ടോ, ആ മൃതദേഹം ഹൈവേയിൽ പരസ്യമായി വിറക് കൂട്ടി അവിടെ ദഹിപ്പിക്കേണ്ട ഒരു ഗതികേട് വന്നോ? അങ്ങനെയാണെങ്കിൽ അതിനെ ഡിജിറ്റൽ ഇന്ത്യ എന്ന് എങ്ങനെയാണ് വിളിക്കാൻ പറ്റുക? ജാതിയാകാം, ഇവിടെ ജാതിയും മതവും ഒക്കെ ഉണ്ട്. നമ്മുടെ ഭരണകൂടങ്ങൾ ജാതിയുടെ മതത്തിന്റെയും പേരിൽ മനുഷ്യരെ തമ്മിലടിച്ചുകൊണ്ട് അധികാരത്തിൽ കയറുന്നുമുണ്ട്. അതിൽ എല്ലാ പാർട്ടിക്കാരും മോശക്കാരല്ല, ആരും മോശക്കാരല്ല. അത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയായാലും, ഇവിടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ സർക്കാരായാലും എല്ലാം ആവശ്യത്തിലധികം അത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ചില വിഭാഗങ്ങൾ മുഖ്യമന്ത്രി ആകാൻ പാടില്ല, ചില വിഭാഗങ്ങൾ വേറെ പലതും ആകാൻ പാടില്ല, ചിലരൊക്കെ ചില രീതിക്ക് നടക്കണം, ചിലര് മറ്റൊരു രീതിയിൽ നടക്കണം എന്നൊക്കെ പറയുമ്പോൾ മനുഷ്യത്വം വിട്ടിട്ട് ഇത്തരത്തിൽ മൃഗീയമായിട്ടുള്ള ചിന്താധാരണികളിലേക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റുള്ളവരും നമ്മുടെ നയിക്കേണ്ടവരും ഒക്കെ മാറിപ്പോകുന്നു എന്നുള്ള സത്യമാണ്. അവരൊക്കെയാണ് ഈ പറഞ്ഞ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ വ്യവസ്ഥിതിയുടെ, ഈ അനുഭവത്തിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചന്ദ്രനെ പോയി സ്ഥലം വാങ്ങാനും
അവിടെ താമസമാക്കാൻ ശ്രമിക്കുകയാണ്. 6 വരി പാതകളും അതിവേഗ റോഡുകളും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതൊക്കെ നിർമ്മിച്ച് 2026 നമ്മൾ ജീവിക്കുന്നത് എന്ന് വളരെ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സഹജീവിക്ക് മരണം സംഭവിച്ചാൽ അതിനെ മറമാടാൻ വേണ്ടി 1 ഇഞ്ച് മണ്ണ് വിട്ടുകൊടുക്കാൻ എന്തേ സാധിക്കുന്നില്ല. ആ ഒരു മനസ്സും ആ ഒരു മാനുഷിക പരിഗണനയും ഇല്ലാതെ എന്ത് സാങ്കേതിക വിദ്യയാണ് നമ്മൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഗുണമുള്ളത്? നമ്മൾ വികസനത്തെ കുറിച്ചാണ് സ്വപ്നം കാണുന്നത്. നമ്മുടെ ഭരണാധികാരികളും വികസനത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ആയാലും ചൈന ആയാലും 2050 എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അവരൊക്കെ അവിടെ അത്യന്താധുനിക സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ സൗകര്യത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കതൊന്നും അറിയാൻ കഴിയാത്തത്. പക്ഷെ ഇവിടം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവിടെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, അവരുടെ ഉപയോഗങ്ങൾ അത് കണ്ടിട്ട് അന്തംപെടുകയാണ്. പക്ഷെ അത്രത്തോളം വികസനങ്ങൾ അവർ നേടിയെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴും മാനുഷിക പരിഗണന അവർ ഒരിക്കലും അടിയറ വെക്കുന്നില്ല. മനുഷ്യത്വത്തിന് അവരാരും തന്നെ അടിയറ വെക്കുന്നില്ല. അതിനെല്ലാം കൃത്യമായി പരിഗണന കൊടുത്തുകൊണ്ട് സാമൂഹ്യ അച്ചടക്കത്തോടെ ജീവിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവർക്കും വിശ്വാസങ്ങളുണ്ട്, അവർക്കും ആചാരങ്ങളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഇവിടെ ഈ ശാസ്ത്രയുഗത്തിൽ 2026 ഇന്ത്യ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നു. മറ്റു രാജ്യങ്ങളുടെ മേൽ ഒന്നാമതായി കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഡിജിറ്റൽ ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും, അല്ലെങ്കിൽ അങ്ങനെ മാറി പഴയ ഇന്ത്യയല്ല, കഴിഞ്ഞ 10-20 വർഷത്തിനുള്ളിൽ മുമ്പുണ്ടായിരുന്ന ഒരു ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് പറയുമ്പോഴും ഈ ഒരു മനസ്ഥിതി ഈ 20 കൊല്ലത്തിന് ശേഷം താഴേക്കാണോ മേലേക്കാണോ എന്ന് നമ്മുടെ ഭരണാധികാരികളൊന്ന് ചിന്തിക്കണം. കാരണം ആ മനുഷ്യന്റെ, അതായത് ആ 91 വയസ്സുള്ള ആ വൃദ്ധയെ മറവാടാൻ അവർ സംസ്കരിക്കാൻ കൊണ്ടുപോയവരുടെ ബന്ധുക്കളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു കഷ്ണം മണ്ണിനായിട്ട് തെരുവില് കൈനീട്ടേണ്ട, അപമാനിതരാകേണ്ട ഒരാളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് അത്യന്തം ക്രൂരമാണ്. നീതി നിഷേധിക്കപ്പെടുന്ന ഈ രാജ്യത്തെ പൗരന്മാരാണ്, ഇവിടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും അവരുടെ നിറത്തിന്റെ പേരിലും മറ്റെന്തെങ്കിലും പേരിൽ അവഗണന നേരിടുന്ന ഒരു വിഭാഗം. ആ ഒരു വിഭാഗം അതിന്റെ ഈ അവസ്ഥ അത് അവസാനിപ്പിക്കാതെ നമ്മുടെ രാജ്യം എത്രത്തോളം വളർന്നു എന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ? സാങ്കേതിക വിദ്യകളൊക്കെ വളരട്ടെ, നമ്മുടെ രാജ്യവും അതിനൊപ്പം വളരട്ടെ, സമ്പദ് വ്യവസ്ഥ വളരട്ടെ, അമേരിക്കയെ തറപറ്റിക്കാൻ തക്കവണ്ണമുള്ള ഒരു ശക്തിയായി നമ്മുടെ രാജ്യം വളരട്ടെ, കാര്യമൊക്കെ ശരി, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അപ്പോഴും ഈ വികസനമെല്ലാം വെറും ആ വികസന പലകയിലെ അക്ഷരങ്ങളും അക്കങ്ങളുമായി മാത്രം അവിടെ നിൽക്കുകയാണ്. നമ്മൾ പരിഷ്കൃത സമൂഹമാണ്, നമ്മൾ 2026 ജീവിക്കുന്നത്, നമ്മൾ അതിവേഗം ഡിജിറ്റൽ ഇന്ത്യയിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്നു, ലോകത്തിന്റെ നെറുകയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു, ഇനിയെല്ലാം നമ്മുടെ കാൽക്കീഴിലാണ് എന്നൊക്കെ അവകാശപ്പെടുന്നതിന് മുമ്പ് ആ ബീഹാറിലെ വൈശാലിയിലെ ആ കുടുംബത്തോടും അവിടെ മരണപ്പെട്ട അമ്മയോടും നമ്മൾ മാപ്പ് ചോദിച്ചേ പറ്റൂ. അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഭരണകൂടവും അതുപോലെ അതിന് ഉത്തരവാദിത്തപ്പെട്ട പ്രാദേശിക ഭരണകൂടവും എല്ലാം മനുഷ്യന് വേണ്ടിയിട്ടല്ല, മറ്റാർക്കൊക്കെയോ വേണ്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തിനൊക്കെയോ വേണ്ടിയാണ് ഭരിക്കുന്നത്, മറ്റെന്തിനൊക്കെ വേണ്ടിയാണ് അവർ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് വിളിച്ചു പറയേണ്ടി വരും. Different angles. Don't forget to subscribe and support this channel.